ബംഗ്ലാദേശിൽ അടുത്ത വർഷം ഏപ്രിലിൽ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനുസ്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നാലെ രാജ്യത്തുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടെയാണ് തെരഞ്ഞെടുപ്പ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ശക്തമായ ആവശ്യം ഇതിനിടെ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിനുള്ള വിശദമായ രൂപരേഖ ഉചിതമായ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുമെന്ന് മുഹമ്മദ് യൂനുസ് വെള്ളിയാഴ്ച പറഞ്ഞു. ഈ വർഷം ഡിസംബറോടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണമെന്നതടക്കം ആവശ്യങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികൾ തെരുവിലിറങ്ങിയതോടെ അടുത്തിടെ ബംഗ്ലാദേശിൽ വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. സൈന്യവുമായി യൂനുസിന്റെ ബന്ധവും മോശമാകുന്നതായാണ് സൂചന. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സേനാ മേധാവി ജനറൽ വക്കാർ ഉസ്മാൻ കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു. ഇടക്കാല സർക്കാർ മേധാവി സ്ഥാനത്ത് നിന്ന് യൂനുസ് രാജിവെക്കണമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നെങ്കിലും ഇത് പിന്നീട് സർക്കാർ വൃത്തങ്ങൾ നിഷേധിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ അധികാരത്തിൽ വന്ന ഇടക്കാല സർക്കാരിനെ സൈന്യം അംഗീകരിച്ചിരുന്നുവെങ്കിലും പിന്നാലെ പല വിഷയങ്ങളിലും സൈനിക മേധാവി സർക്കാരുമായി ഇടയുന്നതാണ് കണ്ടത്. ബംഗ്ലാദേശ് റൈഫിൾസ് കലാപകാരികളെ വിട്ടയക്കുവാനുള്ള തീരുമാനമാണ് സൈനിക മേധാവിയെ ചൊടിപ്പിച്ചതെന്നാണ് സൂചന. 2009 ഫെബ്രുവരിയിൽ നടന്ന കലാപത്തിൽ 57 സൈനിക ഉദ്യോഗസ്ഥരെയും മറ്റ് 16 പേരെയും വധിച്ച സംഭവത്തിൽ 300ഓളം കലാപകാരികളെ ശിക്ഷിച്ചിരുന്നു. ഇവരെ ഈ വർഷം വെറുതെ വിട്ടിരുന്നു. യൂനുസ് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള ഹിസ്ബുത്ത് തഹ്രീർ പോലുള്ള ഇസ്ലാമിക സംഘടനകളാണ് മോചനത്തിനായി വാദിച്ചത്. ഈ നീക്കം വഞ്ചനയായാണ് സൈന്യം കാണുന്നത്. നിലവിൽ യൂനുസ് സർക്കാരിന്റെ സൈനിക ഉപദേഷ്ടാവായ ലഫ്റ്റനന്റ് ജനറൽ കമറുൽ ഹസൻ അടുത്ത സൈനിക മേധാവിയാകുവാൻ യുഎസിന്റെ സഹായം തേടിയതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. സൈന്യത്തിനുള്ളിൽ അട്ടിമറി നടക്കുവാനുള്ള സാധ്യത ഇന്ത്യ രഹസ്യമായി അറിയിച്ചതിനെ തുടർന്ന് സൈനിക മേധാവി ഈ നീക്കം പൊളിച്ചിരുന്നു. മെയ് 11 സൈനിക മേധാവി കമറുൽ ഹസനെ പിരിച്ചുവിടുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും മുഹമ്മദ് യൂനുസ് ഉത്തരവ് തടഞ്ഞതും സർക്കാരുമായുള്ള സൈന്യത്തിന്റെ ഭിന്നതയും ഇരട്ടിച്ചു. അതേസമയം മെയ് 11 സൈനിക മേധാവി കമറുൽ ഹസനെ പിരിച്ചുവിടുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും മുഹമ്മദ് യൂനുസ് ഉത്തരവ് തടഞ്ഞതും സർക്കാരുമായുള്ള സൈന്യത്തിന്റെ ഭിന്നത ഇരട്ടിപ്പിച്ചു. അതേസമയം ബംഗ്ലാദേശിൽ ഭരണഘടന അസാധുവാക്കാനടക്കം യൂനുസ് സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. തനിക്ക് താൽപര്യമുള്ളയാളെ സൈനിക മേധാവിയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഷെയ്ഖ് ഹസീനയുടെ ശക്തനായ വിമർശകനായിരുന്നു യൂനുസ്.